ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിലൊരു ജേർണലിംഗ് ആയാലോ. നമ്മൾ ജേർണൽ സെറ്റൊന്നും യൂസ് ചെയ്യാതെ നോർമൽ ഹോമിലുള്ള കാര്യങ്ങൾ തന്നെ വെച്ചിട്ടാണ് ഈ ജേർണൽ നമ്മൾ ചെയ്യുന്നത്. എന്നാവായോ, നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഇപ്പോൾ ഇതിൽ വരയുള്ളതുകൊണ്ട് ഞാനതൊന്നരി ഒരു വൈറ്റ് കളർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്യുക, മീൻസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ കാണാൻ രസമുണ്ടാകുക എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഗമ്മൊട്ടിക്ക് അങ്ങ് വെച്ച് കൊടുക്കുക, അതങ്ങ് സ്റ്റിക്കായിരുന്നോളും. നമുക്കൊരു ലവ് വരയ്ക്കുക. ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പ്രേമലേഖനം എഴുതിയവർക്കൊക്കെ ഈ ലവ് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. 5-6 പ്രാവശ്യം വായിച്ചിട്ട് എഴുതിയ ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് വരച്ചത് കണക്ക് തോന്നും. അങ്ങനെയൊന്നുമല്ല. ഇനി നമ്മളെ റോസ് പെറ്റൽസ്, റോസ് എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അതെടുക്കുമ്പോഴത്തേക്കും അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ അടി വരുന്ന വഴി നമ്മളറിയില്ല. ഉണക്കിയതിന് ശേഷമുള്ള റോസ് പെറ്റൽസാണിത്. ഞാൻ 2 ദിവസം വെച്ചായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വെയിലത്ത് വയ്ക്കേണ്ട, അപ്പം നല്ല ഡ്രൈ ആയിപ്പോവും. നമുക്ക് അത്രയും വേണ്ട. ഗം എടുക്കുക, തേക്കുക, റോസ് പെറ്റൽസ് എടുക്കുക, ഒട്ടിക്കുക. നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക ഹാർട്ടിൻ്റെ ഷേപ്പ് മാറാതിരിക്കുക. ലാസ്റ്റ് ഹാർട്ടല്ലാതെ വേറെ വല്ല ഷേപ്പും ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ റോസ് പെറ്റൽസിൻ്റെ പണി അങ്ങനെ തീർന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുക എന്നൊക്കെ എഴുതാം. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ എനിക്ക് കുറച്ച് സ്പേസ് വേക്കൻ്റായിട്ട് കിടന്നതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. വെച്ച് നോക്കുന്ന പരുത്തലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എന്ത് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ടോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് ഞാൻ വിചാരിച്ചു ഇത് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്യുക. ഞാനത് ഫുള്ളായിട്ട് അവിടെ ടാപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ 2 അറ്റത്തേക്ക് മാത്രം ഡബിൾ സൈഡ് ടാപ്പാണ്. അത് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും അതിങ്ങനെ ബെൻഡ് ഔട്ടായിരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. അത് നല്ല രസമായിരിക്കും കാണാൻ. കാര്യങ്ങൾ ചെയ്യുമ്പം അബദ്ധം പറ്റാറാണല്ലോ പതിവ്. അപ്പം ഇവിടെ ആദ്യം ഒരു കോട്ട എഴുതിയത്, അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ ആക്കി. അവിടെ ഒരു മിനി എൻവലപ്പ് ചെയ്യാമെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. അതിന് നമ്മുടെ വീട്ടിൽ നോർമലി നമ്മൾ കടയിൽ പോകുമ്പോഴത്തേക്കും ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ബ്രൗൺ കളർ പേപ്പർ ബാഗിൽ അത് ഏതായാലും എടുക്കുക. ഇതെങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ഈ സ്ക്രീനിൽ കാണുന്ന സെയിം മെഷർമെൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുക. ഞാൻ എങ്ങനെയാണോ ഫോൾഡ് ചെയ്യുന്നത് ആ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്യുക.
ഞാനിവിടെ ഒരു 5 ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ചെയ്യുക. ദെൻ ഒട്ടിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.